ഈ കാലഘട്ടത്തിൽ ഇൻഫെർട്ടിലിറ്റി, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഡിവോഴ്സസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മൾ ആരെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഐ തിങ്ക് ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒരു ചേഞ്ചാണ്. നമ്മൾ പണ്ട് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരുന്നു. പക്ഷേ ഇപ്പം ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനേക്കാളും നമ്മളെല്ലാം സെൽഫ് സെൻട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം. അപ്പം അവിടെ ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഓൾമോസ്റ്റ് 20 years ബാക്ക് എൻ്റെ കസിൻ എന്നോട് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, രാജു, യു ആർ ഗോയിങ് ടു ഫേസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ്. എന്താണെന്നറിയാം? മാരേജ് എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ദാറ്റ് യു ക്യാൻ ഡു. ഐ സ്റ്റിൽ ചെറിഷ് ദാറ്റ് സെൻറ്റൻസ്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിനെ അതിനെ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ കണ്ടാൽ ദാറ്റ് മാരേജ് ഇസ് എ ബ്ലിസ്. പല പേഷ്യൻസും ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന പലരും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവർക്ക് പലർക്കും ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വരുന്നത് കൊണ്ട് എന്താ പറ്റുന്നത്? അത് സ്ത്രീയുടെ പ്രശ്നം മാത്രമാവും, അല്ലെങ്കിൽ പുരുഷൻ്റെ പ്രശ്നം മാത്രമാവും. അത് നമ്മുടെ പ്രശ്നമാണെന്നുള്ളൊരു തിരിച്ചറിവ് എന്ന് ആ കപ്പിളിന് വരുന്നോ, എന്ത് പ്രോബ്ലം ഈസ് സോൾവ്. ഇത് തന്നെയാണ് ഒരു നല്ല ശതമാനം ഡിവോഴ്സസിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പം കുട്ടികൾക്ക് ഓട്ടിസം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന കപ്പിൾസിനെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പം പലപ്പോഴും ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു അസുഖം ആ കുട്ടിക്ക് ഉണ്ടായി. ആ പ്രോബ്ലത്തെ അവർ ഫേസ് ചെയ്യുന്നത് ആ ലേഡിയുടെയോ ആ പുരുഷൻ്റെയോ മാത്രം പ്രശ്നമായിട്ടല്ല, ആ ഒരു ഫാമിലിയുടെ പ്രശ്നമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ ആ ഫാമിലിയുടെ പ്രോബ്ലമായിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബേബിയുടെ ഗ്രൂമിങ്ങിന് പോലും ഇൻ എ ബെറ്റർ വേ ആയിരിക്കും. അതുകൊണ്ട് ആസ് എ സോഷ്യൽ അനിമൽ നമ്മൾ സെൽഫ് സെൻട്രിക് എന്നതിനേക്കാൾ ഉപരി ഒരു സോഷ്യലി കമ്മിറ്റഡ് ആവുന്ന ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നത് പലപ്പോഴും ഇറ്റ് വിൽ ബി ഗുഡ് for the future generation, especially when we deal with infertility and difficult scenarios like this.